പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം നിങ്ങളോട് പകപോക്കുകയാണ് എന്ന് കരുതരുത്. പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മധൈര്യത്തെ പുറത്തു കൊണ്ടുവരുന്നത്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷനാണ് അവഗണന. അവഗണിക്കപ്പെടുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ പരിഗണിക്കപ്പെടണമെന്ന വൈരാഗ്യം ഉടലെടുക്കുന്നത്. വിടർന്നു നിൽക്കുമ്പോൾ തൊട്ട് തലോടുന്നതല്ല, തളർന്നു പോകുമ്പോൾ താങ്ങി നിർത്തുന്നതാണ് സ്നേഹം. ഊണിലും ഉറക്കത്തിലും ഒരേ ലക്ഷ്യം മാത്രമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളിൽ വന്നു ചേരും. വീണിടത്തു നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആഗ്രഹിച്ചിടത്ത് എത്താനും നിങ്ങൾക്ക് സാധിക്കും. അതിരുകളില്ലാത്ത ശക്തമായ സ്നേഹത്തിൻ്റെ സ്വരം എപ്പോഴും ദേഷ്യമായിരിക്കും. അത് മനസ്സിലാക്കുന്ന ബന്ധങ്ങൾ എപ്പോഴും ദൃഢമായിരിക്കും. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. കഷ്ടപ്പെട്ട് നിങ്ങൾ നേടിയതിനൊന്നും നഷ്ടപ്പട്ടികയിൽ ഇടം കൊടുക്കരുത്. ആരും താങ്ങി നിർത്താനില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാനുള്ള ചിറകുകളായി മുളയ്ക്കുന്നത്. ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. ആഗ്രഹിച്ച ഫലം കിട്ടിയെന്ന് വരില്ല. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. പല ഇതിഹാസങ്ങൾക്ക് പിന്നിലും ഒരുപാട് പരിഹാസങ്ങളുടെ കഥകളുണ്ട്. കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും പോരായ്മകളും എല്ലാം അറിഞ്ഞുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഒരാളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ആ സ്നേഹം പവിത്രമാകുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി നീയായിരിക്കും. ഒരു സ്ത്രീക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നണമെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ അവരെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ന് തോന്നണം.